കഴിഞ്ഞ കുറച്ചു വർഷക്കാലമായി സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കത്തിൽ സഭയ്ക്കെതിരെ നിൽക്കണമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത പല വ്യക്തികളും സ്വന്തം കാര്യം വന്നപ്പോൾ അതെല്ലാം കാറ്റിൽ പറപ്പിച്ച് സഭയോടൊപ്പം ചേർന്നു നിൽക്കുന്നു. മറ്റു പലരും ചേർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വിമത നേതാവ് തന്റെ മാതാവുമൊത്ത് തൊട്ടടുത്തുള്ള ആശ്രമത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മോചനത്തിനായി കുമ്പസാരിക്കുന്നതിനും കുർബാന അനുഭവിക്കുന്നതിനും ചെന്നത് ഒരു സൂചന തന്നെയാണ്. കുറച്ചുനാൾ മുമ്പ് സഭയുടെ ഏകീകൃത കുർബാന അർപ്പിച്ചതിന്റെ പേരിൽ ഇവരുടെ ശിങ്കിടികൾ തന്നെ ഈ ആശ്രമത്തിലുള്ള പുരോഹിതന്മാരെ തെറി വിളിച്ചതാണ്. എന്നിട്ടിപ്പോൾ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി സഭയെ അനുസരിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മനുഷ്യരല്ലേ, തെറ്റുകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുവാൻ ശ്രമിക്കുന്നത് ഒരു കുറ്റമായി കാണരുത്. ഇതുപോലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ച് നേരിന്റെ വഴിയിലേക്ക് വരുന്നവരെ ചേർത്ത് നിർത്തണം. ഇവരിൽ പലരും അവരുടെ സ്വന്തം ഇടവകയിലോ വികാരിയെയോ ആദ്യമൊക്കെ കാണാനും കുമ്പസരിക്കാനും മടി കാണിക്കും. കാരണം പെട്ടെന്ന് അവർക്ക് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ വിമത നേതാവ് തന്നെ എന്തുകൊണ്ടാണ് സ്വന്തം ഇടവക വികാരിയെ സമീപിക്കാതിരുന്നത്? അദ്ദേഹത്തിന് കൂദാശ വിലക്ക് സഭ കൽപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ എത്രയോ വിമത പുരോഹിതന്മാരുമായി ചങ്ങാത്തമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണ് ഇവരുടെ ആരുടെയും അടുത്ത് അദ്ദേഹം പോവാഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തിന് അതറിയാം. സഭയെ അനുസരിക്കാത്ത, സഭയെ ധിക്കരിക്കുന്ന ഏത് പുരോഹിതനും അവർ ചെയ്യുന്ന ഏതൊരു ആത്മീയ കാര്യവും അസാധുവായിരിക്കുമെന്നത്. അതുകൊണ്ട് തെറ്റ് തിരുത്തി വരുന്നവരെ ഓടിച്ചു വിടുകയോ മാറ്റി നിർത്തുകയോ അല്ല വേണ്ടത്. തോളോട് തോൾ ചേർത്ത് നിർത്തണം. പള്ളികളിൽ വിമത പ്രവർത്തനം അനുവദിക്കരുത്. വൈദിക ജീവിതം ഉപേക്ഷിച്ച ചിലരുടെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയാവാൻ ഇനി പള്ളികൾ അനുവദിക്കരുത്. ഇടവകയുമായി ബന്ധമില്ലാത്ത ഒരു സമ്മേളനവും പള്ളികളിൽ അനുവദിക്കരുത്. വിമത പ്രവർത്തനം നടത്തുന്ന സഭാവിരുദ്ധരായ വൈദികരുടെ കുർബാന അനുകരണ പരിപാടികളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കുകയും വേണം. എങ്കിൽ മാത്രമേ സ്വയം ബോധ്യപ്പെട്ട ഇവർ സഭയോടൊപ്പം വരികയുള്ളൂ.